നമസ്കാരം, സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ കൂടെ എന്നുള്ളത് തേജാൻറ്റിയാണ്. അപ്പോൾ തേജാൻറ്റി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം നമ്മളുടെ കല്യാണ വീട്ടുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഹോട്ടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മോരുകറിയാണ്. അപ്പോൾ തേജാൻറ്റി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ്. നമുക്ക് തേജാൻറ്റിനോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വെള്ളരി കൊണ്ടാണ് നമ്മൾ മോര് കറി ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളരി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഈ കഷ്ണം വേവിച്ചെടുക്കണം. വെള്ളം എന്താ ഒഴിക്കണോ? വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണ് വേറെ ഉള്ളത്? വേറെ ജീരകം, തേങ്ങ, തൈര്. തേങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെച്ചതാണ്. പിന്നെ താളിക്കാനുള്ള സാധനങ്ങളാണ് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? സ്പെഷ്യലായിട്ട് ഒന്നും ആഡ് ചെയ്യില്ല. നമുക്ക് ഈ മോര് കറി ചേമ്പ് വെച്ചിട്ടുണ്ടാക്കാം, പപ്പായം വെച്ചിട്ടുണ്ടാക്കാം, ഇളവൻ വെച്ചിട്ടുണ്ടാക്കാം, വെള്ളരി വെച്ചിട്ടുണ്ടാക്കാം. ഇപ്പം നമ്മൾ വെള്ളരിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളരിയാണ്. തേജാൻറ്റി ഏറ്റവും കൂടുതൽ വീട്ടിൽ വെക്കുന്ന കറി ഏതാ? മീൻകറിയും മോര് കറിയും സാമ്പാറും. സാമ്പാർ വെക്കും. മീൻകറിയാണ് ഏറ്റവും കൂടുതൽ വെക്കുക? ഏറ്റവും കൂടുതൽ മീൻകറിയാണ്. അതെന്താ തേജാൻറ്റി എപ്പോഴും മീൻകറി കൂടുതലായിട്ട് വെക്കുന്നത്? എനിക്ക് മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് മീൻകറി വെക്കുന്നത്. എന്നാലും ഒരു പച്ചക്കറി വെക്കും. വേറെ ആരെയും വെക്കുന്ന കറികൾ ഇഷ്ടമാണോ? നല്ലതാണെങ്കിൽ ഇഷ്ടമാണ്. എന്നാലും ഫാൻസ് കൂടുതൽ മീൻകറിക്ക് തന്നെ. നമ്മൾ സ്നേഹത്തോടെ ഒരു ചമ്മന്തി അരച്ചാലും അത് ടേസ്റ്റാണ്. സ്നേഹം കൂടെ കൂട്ടിയിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. മറ്റേ ഉസ്താദോട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, കഴിക്കുന്നവന്റെ വയറ് മാത്രമല്ല മനസ്സും നിറയണം. അതുപോലെ തേജാൻറ്റി കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരലുണ്ടോ? ഹസ്ബൻഡൊക്കെ വരലുണ്ടോ? ഇല്ല, ഹസ്ബൻഡ് കുക്കിങ്ങിനൊന്നും വരില്ല. ഹെൽപ്പ് ചെയ്യാറില്ല? ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. മകള് ഹെൽപ്പ് ചെയ്യും. സാധനങ്ങൾ എടുത്തു വെക്കാനാണ് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ കൂടിയിട്ട് ചെയ്തു തരും. ഇപ്പൊ അരക്കാനുണ്ട്, മിക്സിയിൽ അരച്ചു തരും. മോള് കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യും. തേജാൻറ്റിന് എത്ര ഇല്ലെങ്കിലും അവരെല്ലാം ജോലിക്ക് പോകുന്നതല്ലേ. തേജാൻറ്റി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച സാധനം ഏതാ? ഞാൻ ചോറ്. അതല്ല, കറികളിലേതായിരിക്കും? കറികൾ മീൻകറി തന്നെയാണ്. ഒന്നും സ്പെഷ്യൽ അതാണ്. വേറെ പച്ചക്കറി മീനും ഇറച്ചിയാണല്ലോ. ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ? ചിക്കൻ എല്ലാം ഉണ്ടാക്കും. ചിക്കൻ എല്ലാം ഉണ്ടാക്കും. ഇപ്പൊ ഒനിയൻ ചിക്കൻ്റെ കൂടെയല്ല നമ്മൾ ഒഴിച്ചു കൂട്ടാനും ഈ മോര് കറിയാണ് ഉണ്ടാക്കുക. അതാ അതിന്റെ സ്പെഷ്യൽ. മകളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരാൻ പറയുന്ന ഐറ്റംസ് ഏതൊക്കെ? അവർക്ക് നൂൽപുട്ട്, തേങ്ങാപ്പാല്, അല്ലെങ്കിൽ നൂൽപുട്ട്, ചിക്കൻ സ്റ്റ്യൂ, അല്ലെങ്കിൽ ബ്രെഡ് സ്റ്റ്യൂ, അങ്ങനെ അവർക്ക് അതെല്ലാം ഇഷ്ടം. ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കി കൊടുക്കും. അല്ല, മറ്റേ ഗ്രേവി പോലെയൊക്കെ ആക്കുമല്ലോ ചിക്കൻ സ്റ്റ്യൂ അല്ലാതെ. വറുത്തരച്ച് കറി വെച്ച് കൊടുക്കും. അതിൽ കുറെ ഐറ്റംസ് കയ്യിലുണ്ടാവൂലേ? ആൻഡ് ഇപ്പൊ പണ്ടത്തെ കുക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നല്ലോ, അടുപ്പൂതി കത്തിച്ച്. അപ്പൊ ഇപ്പൊ കുറച്ച് എളുപ്പമാണോ അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ തന്നെയാണോ ഇഷ്ടം? അല്ല, ഇപ്പം ഗ്യാസ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. പാത്രങ്ങളും അതുപോലെ എല്ലാം വെറൈറ്റിയാ. മൺപാത്രത്തിലൊന്നും ആരും ഉണ്ടാക്കുന്നില്ല. അതേസമയം അതിൽ വെച്ച ടേസ്റ്റ് അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാ മൺപാത്രത്തിലാക്കിയിട്ട്. അപ്പൊ പണ്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെയായിരുന്നു സൂക്ഷിച്ചു വെക്കപ്പോ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മള് മൺപാത്രത്തിലാകുമ്പോ അത് എടുത്തു വെച്ചാല് ചീത്തയാവൂല. പിറ്റേന്ന് ഉപയോഗിക്കുന്നതിനൊന്നും ചീത്തയാവൂല. മോര് കറി പ്രത്യേകിച്ച്. സാമ്പാറിലാണെങ്കിലേ വളിച്ചു പോകും. പരിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട്, പരിപ്പ് ഉള്ളിയെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ മോര് കറി ഒന്നും ആവൂല. നമ്മൾ ഒന്നാമത്തെ വിസിലൂടെ വന്നിരിക്കുകയാണ്. ഇനി 2 വിസിലാണ് വരേണ്ടത്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. എയർ പോയി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ള? ഇനി ഒന്നുമില്ല, ഈ തേങ്ങയും തൈരും അരച്ചത് ഒഴിക്കുക. ജീരകം കൂട്ടി അരച്ചതാണ് ഇതിൻ്റെ കൂടെ തന്നെ. എന്നിട്ടൊന്ന് തിളക്കുമ്പോൾ താളിക്കുക. കഴിഞ്ഞു. എളുപ്പമാണ്. ഒരു കറി ഏറ്റവും എളുപ്പമാണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നമ്മളെ വെള്ളരി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തൈര്, തേങ്ങ, ജീരകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചതാണ് മിക്സിയിൽ. അതൊഴിക്കുക. ഒന്ന് തിളക്കുമ്പോൾ നമ്മളെ റെഡിയാവും. ഒന്ന് തിളക്കേ വേണ്ടൂ.
അധികം തിളച്ച് പോയാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലെ ആയിപ്പോ, അല്ലെങ്കിൽ നല്ല കൊഴുപ്പിൽ നിൽക്കും. നമ്മളെ കറി തിളക്കുന്നുണ്ട്, അധികം തിളക്കണ്ട, ഇത് പാകം തളയാണ്. ഇനി ഇതിനെ നമുക്ക് താളിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ, കടുക് ഉലുവ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഉണക്കമുളക് പൊട്ടിച്ചിടണം. കരിവേപ്പിലയിട്ട് ശരിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കാം. ഏറ്റവും ലാസ്റ്റേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. ഉപ്പ് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് മോര് കറി തിളക്കുന്ന നേരം പെരുത്തു പോവും. അതുകൊണ്ട് ഉപ്പ് ഏറ്റവും ലാസ്റ്റ്. അപ്പം നമ്മളെ മോര് കറി റെഡി. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേജാൻ്റിൻ്റെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ തിരക്കിട്ട് ഓഫീസിലോ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ചോറിന് കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. മക്കൾക്കായാലും നമുക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തയക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ചോറ് എടുക്കട്ടെ മോര് കൂട്ടി കഴിക്കാൻ. ഇതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ നമസ്കാരം, ബൈ.